വെൽക്കം ബാക്ക് ടു ടാരോ വിത്ത് ഷംല. അപ്പോൾ നമുക്ക് ഒരു റിലേഷൻഷിപ്പിലുള്ള എനർജി, ബ്ലൂ മൂൺ ഡേയിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരുടെ എനർജി, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്, അവരുടെ മൈൻഡ് എങ്ങനെയാണ് നിങ്ങളോടുള്ളത്, നിങ്ങളോടുള്ള സമീപനം, എനർജി എന്താണെന്ന് നമുക്കൊന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരുടെ ബ്ലൂ മൂൺ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരുടെ എനർജി, ബ്ലൂ മൂൺ എനർജി എന്താണ്? ഒരു ഫോർ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള ഒരു റെസ്റ്റിംഗിലാണ് നിങ്ങൾ. മാനസികമായിട്ട് ഉള്ളൊരു ശാന്തതയിലാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു സൺ എനർജി ഉണ്ട്, പോസിറ്റീവായിട്ടുള്ളൊരു സൺ എനർജി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മൗനമാണ് നിങ്ങൾ തമ്മിൽ. നൈറ്റ് ഓഫ് പെൻഡക്കിൾ, സാമ്പത്തിക അഭിവൃദ്ധിയും അല്ലെങ്കിൽ പുതിയ റിസ്ക് എടുത്ത് നിങ്ങൾ തീരുമാനം എടുക്കുന്നവരിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സൺ എനർജി വന്നിട്ടുണ്ട്. ഒരു മേജർ ആർക്കാന കാർഡാണ്. ബ്ലൂ മൂണിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് ഉള്ള എനർജി, അവർ സമാധാനപരമായിട്ടാണ് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സൺ എനർജി ഉണ്ട്, ഒരു പോസിറ്റീവ് എനർജിയും ഉണ്ട്. അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരു ധൈര്യമുള്ള യോദ്ധാവിനെ പോലെ നിങ്ങൾക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മളെ റിലേഷൻഷിപ്പ് ഒരു നല്ല പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത്. അബണ്ടൻസ് ഒക്കെയുള്ള അത് നിങ്ങളുടെ ആത്മസമീപനമാണ്, ശാന്തതയാണ്, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലുള്ള ശാന്തതയാണ്. അത് തന്നെയാണ്. ഓക്കെ, അന്നേരം റിലേഷൻഷിപ്പിലുള്ളവരുടെ ബ്ലൂ മൂൺ എനർജി പോസിറ്റീവാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിങ്, ഇതിന് കൂടുതൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സിന്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.